ലോകം നിങ്ങളെ മുദ്ര കുത്തുമ്പോൾ പലരും നിങ്ങൾ എഴുന്നേൽക്കുകയില്ല, നിങ്ങളിനി ഉറച്ചു നിൽക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 60-ാമത്തെ വാക്യം. അവനോ മുട്ടുകുത്തി കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. സ്റ്റെഫാനോസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റെഫാനോസിനെ സംബന്ധിച്ചിടത്തോളം കൃപയും ശക്തിയും നിറഞ്ഞവനായിട്ട് അവൻ പ്രസംഗിക്കുകയും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് ചില ജനങ്ങൾ വിശ്വസിക്കുകയും ദൈവത്തോട് അടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇസ്രായേൽ ജനത്തോട് മാനസാന്തരത്തിൻ്റെ ചില വാക്കുകളും പ്രവചനങ്ങളും സ്റ്റെഫാനോസ് അവിടെ ഉന്നയിക്കുകയാണ്. അവിടെ അബ്രഹാമിനെക്കുറിച്ച്, മോശയെക്കുറിച്ച്, ശലോമോനെക്കുറിച്ച്, യോസഫിനെക്കുറിച്ചൊക്കെയും അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഒരു എന്നേക്കുമായിട്ട് ഒരു നിത്യരാജ്യം അവിടെ സ്ഥാപിക്കുമെന്നും ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പാപരഹിതരായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആരാധിക്കും എന്നൊക്കെയും അവിടെ സ്റ്റെഫാനോസ് പറയുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് എത്രത്തോളം വ്യതിചലിക്കുന്നുവെന്നുള്ള ഒരു സാരാംശം ഇസ്രായേൽ മക്കളോട് അവിടെ പറയാണ്. ഇത് കേട്ടപ്പോൾ അവർക്ക് വളരെയധികം കോപാവശരായി തീരുകയും അവനോട് വളരെയധികം എതിർപ്പ് ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സ്റ്റെഫാനോസ് ബോൾഡായിട്ട് അവിടെ നിന്ന് ജനത്തോട് പ്രസംഗിക്കുകയാണ്. ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ആ കർത്താവിൻ്റെ സ്നേഹത്തെ പറ്റി അല്ലാതെ അവൻ കൂടുതലായിട്ട് ഒന്നും ഇല്ലായിരുന്നു. സ്റ്റെഫാനോസ് ആ കല്ലെറിയപ്പെട്ടിട്ടും ആ യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ആ സ്റ്റെഫാനോസ് അവിടെ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കൂടി പോകുമ്പോൾ അവിടെ സ്റ്റെഫാനോസോട് പറയുന്നുണ്ട്, ആ മോശയ്ക്ക് സീനായി മലയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ, അബ്രഹാമിന് മെസൊപ്പൊത്താമ്യയിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ നമ്മളും വ്യത്യസ്തമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ സുവിശേഷ നിമിത്ത പീഡനങ്ങളിൽ കൂടി അല്ലെങ്കിൽ കഷ്ടങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ, അതല്ല മറുവശത്ത് കൂടി നമ്മൾ പീഡനങ്ങളിൽ കൂടി അല്ലെങ്കിൽ കഷ്ടങ്ങളിൽ കൂടി മറ്റു രീതിയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമുക്കും പ്രത്യക്ഷനാകുവാൻ ശക്തനാണ്. ആ സ്റ്റെഫാനോസ് ആ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഉറച്ചു നിന്നതുപോലെ ആ സ്റ്റെഫാനോസ് മരിക്കുന്ന സമയത്ത്, ആ കല്ലെറിഞ്ഞ് മരിക്കുന്ന സമയത്ത് പറയുന്ന വാക്കാണ് ഞാൻ വായിച്ചത്, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, വളരെയധികം ക്ലേശങ്ങളിൽ കൂടി പോകുന്നവരുണ്ട്. ഒരു പക്ഷേ അവരുടെ അറിവില്ലായ്മയായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ യോഗ്യരാണ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കായി കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ രാജ്യം ഭരിക്കുന്നവർക്ക് വേണ്ടിയും ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയും പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് വേണ്ടിയും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കുവാനായിട്ടും അവർക്ക് വേണ്ടി ഇടിവ് നിന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ആ സ്റ്റെഫാനോസ് ഉറച്ചു നിന്നതുപോലെ തന്നെ, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 5:44 പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ലൂക്കോസ് 6:29 പറയുന്നു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മൾ അതിന് യോഗ്യരാണ്. ഒരുപക്ഷെ മാനസികമായിട്ട് നമുക്ക് അവരോട് ഒരു നീരസമൊക്കെ തോന്നിയേക്കാം, മാനസികമായി നമുക്ക് അവരോടൊരു വെറുപ്പ് തോന്നിയേക്കാം. പക്ഷേ കർത്താവ് പറയുന്നു, അങ്ങനെയല്ല, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അവരെ അനുഗ്രഹിപ്പീൻ. നമുക്ക് ആ കർത്താവ് നമ്മുടെ ഇടയിൽ പ്രത്യക്ഷനാകുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് മൂന്നാം നാൾ കർത്താവിനെ നിന്ദിക്കുകയും ദുഷിക്കുകയും പഴിക്കുകയും ചെയ്തപ്പോൾ കർത്താവിൻ്റെ ആ മരണത്തിൽ ആ മൂന്നാം നാൾ അവരാലാവോളം മത്തായിയുടെ 27:65 ഭാഗത്ത് പറഞ്ഞു, നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തിൽ നിർത്തി കല്ലറ ഉറപ്പാക്കി. ആ കർത്താവിനെ എത്രത്തോളം ക്രൂശിക്കാമോ, എത്രത്തോളം അതിൽ നിന്ന് പുറത്ത് വരുതെന്ന് അവർ ചിന്തിച്ചപ്പോൾ
അവർ മുദ്ര കുത്തിയപ്പോൾ, അവർ ഉറപ്പ് വരുത്തി ഇനി ഇവൻ ഇതിനകത്തു നിന്ന് പുറത്ത്, ആ കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വരികയെന്ന് മുദ്ര കുത്തിയപ്പോൾ കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ പ്രത്യക്ഷമാകുവാൻ ഇടയായിരുന്നു. നമ്മൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അവിടെ കർത്താവ് പ്രത്യക്ഷനാകുവാൻ. ലോകം നിങ്ങളെ മുദ്ര കുത്തുമ്പോൾ പലരും നിങ്ങൾ എഴുന്നേൽക്കുകയില്ല, നിങ്ങളിനി ഉറച്ചു നിൽക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ ഉറച്ചു നിന്നാൽ കർത്താവ് തീർച്ചയായും നമ്മളെ ഉറപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾക്കൊരു സ്റ്റെബിലിറ്റി കർത്താവ് തരുവാനായിട്ട് ഇടയായിത്തീരും. നീതിമാൻ ഒരിക്കലും നിലംപരിച്ചാകുവാൻ അവൻ സമ്മതിക്കുകയില്ല. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുള്ള ആ സ്റ്റേഫാനോസിനെ പോലെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ജ്ഞാനം പ്രാപിക്കുക, നമ്മൾ നല്ല സാക്ഷ്യമുള്ളവരായി തീരുക. എങ്കിൽ കർത്താവ് നമ്മുടെ ഇടയിൽ ആ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ, ആ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടതുപോലെ, കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെ, കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ ഇടയിലും ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്കൊരു അനുഗ്രഹത്തെ പകരുവാനായിട്ട് കർത്താവ് നൽകുവാനായിട്ട് ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.